നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ചോദ്യം എന്താ? ഏത് ഫണ്ടിൽ പൈസ ഇടണം എന്നല്ലേ? പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്: ആരുടെ കൂടെ നിക്ഷേപിക്കണം? അതെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫണ്ടുകളെപ്പറ്റിയല്ല, പകരം നിങ്ങളുടെ സാമ്പത്തിക യാത്രയിൽ ഒരു യഥാർത്ഥ പങ്കാളിയെ, ഒരു പാർട്ട്ണറെ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ്. ഒന്ന് ആലോചിച്ചു നോക്കിയേ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ ചെയ്യുന്നത്? വെറുതെ കുറച്ച് മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടുകയാണോ? അതോ നിങ്ങളുടെ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമൊക്കെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരാളുടെ കൂടെ ഇരുന്ന് ഒരു പ്ലാൻ ഉണ്ടാക്കുകയാണോ? ഇതിലേതാണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പൊ ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ആള് ദിവസവും മാർക്കറ്റ് താഴോട്ട് പോകുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ആളാണ്. എന്തുകൊണ്ടാ? കാരണം പുള്ളിയുടെ ശ്രദ്ധ മുഴുവൻ ഫണ്ടിലും അതിന്റെ വിലയിലുമാണ്. എന്നാൽ രണ്ടാമത്തെ ആളോ? അവരുടെ അഡ്വൈസറുമായി ചേർന്ന് സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. മാർക്കറ്റ് എങ്ങോട്ട് പോയാലും അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. കാരണം അവരുടെ ഫോക്കസ് ലക്ഷ്യങ്ങളിലാണ്, അല്ലാതെ പ്രോഡക്റ്റിലല്ല. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒരു നല്ല ഫിനാൻഷ്യൽ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നത് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നോക്കിയിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കേട്ടിട്ടാണ്. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം അല്ലേ? നമുക്ക് നോക്കാം. ഒരു കാര്യം ഓർക്കണം, നല്ല ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നത് മാർക്കറ്റിലെ ഗ്രാഫ് നോക്കിയിട്ടല്ല. അത് തുടങ്ങുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നിന്നാണ്. അതുകൊണ്ടാണ് ഒരു നല്ല അഡ്വൈസർ എപ്പോഴും ഏറ്റവും നല്ല ഫണ്ട് ഏതാണെന്നല്ല ആദ്യം ചോദിക്കുക, പകരം നിങ്ങളെപ്പറ്റിയാണ് ചോദിക്കുക. അപ്പോ ഒരു നല്ല അഡ്വൈസർ എന്തൊക്കെ ചോദ്യങ്ങളാവും ചോദിക്കുക? ഒരു ഉദാഹരണം പറയാം. സാമ്പത്തികമായിട്ട് നിങ്ങളെ ഉറങ്ങാൻ സമ്മതിക്കാത്ത എന്തെങ്കിലും ടെൻഷനുണ്ടോ? ചിലപ്പോൾ അത് പ്രായമായ അച്ഛന്റെയും അമ്മയുടെയും ഹോസ്പിറ്റൽ ചിലവുകളെക്കുറിച്ചുള്ള പേടിയായിരിക്കാം, അല്ലേ? അല്ലെങ്കിൽ മക്കളുടെയൊക്കെ ഹയർ സ്റ്റഡീസിന് പൈസ തികയുമോ എന്നുള്ള ഒരു സംശയം. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ജീവിതം മാറുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനും മാറണം. ഒരു പുതിയ ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിയുമ്പോൾ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ, ഇതൊന്നും ഒരു മൊബൈൽ ആപ്പിന് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെയാണ് നമുക്കൊരു മനുഷ്യന്റെ, ഒരു പാർട്ട്ണറുടെ സഹായം വേണ്ടിവരുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഓരോ സ്റ്റേജിനും ചേരുന്ന രീതിയിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയും മാറണം. ഇതൊരു ലോങ് ജേർണി പോലെയാണ്. ഓരോ ഘട്ടത്തിലും നമുക്ക് ഓരോ തരം പ്ലാനിംഗ് വേണം. പൊതുവായിട്ട് പറഞ്ഞാല് ഒരു ഇൻവെസ്റ്ററുടെ ഈ യാത്രയെ നമുക്ക് 3 പ്രധാന സ്റ്റേജുകളായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് സമ്പാദിക്കുന്ന ഘട്ടം, പിന്നെ അത് ഉറപ്പിക്കുന്ന ഘട്ടം, അവസാനം അത് വിതരണം ചെയ്യുന്ന ഘട്ടം. ഓരോ സ്റ്റേജിലും നമ്മുടെ ലക്ഷ്യങ്ങളും റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റിയുമൊക്കെ വേറെ വേറെ ആയിരിക്കും. അപ്പോ യാത്രയുടെ തുടക്കം, അതായത് അക്യുമുലേഷൻ ഫേസ് അല്ലെങ്കിൽ സമ്പാദന ഘട്ടം, ഇത് നമ്മുടെ കരിയറിന്റെയൊക്കെ തുടക്കകാലമാണ്. മുന്നോട്ട് നോക്കിയാൽ ഒരുപാട് സമയമുണ്ട്. അതുകൊണ്ടുതന്നെ കുറച്ച് റിസ്ക് എടുത്ത് ഇക്വിറ്റി ഫണ്ടുകളിലൊക്കെ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാം. റിസ്ക് കൂടുതലാണെങ്കിലും സമയം നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് നല്ല ഗ്രോത്ത് കിട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അടുത്ത സ്റ്റേജാണ് കോൺസോളിഡേഷൻ ഫേസ് അഥവാ ഏകീകരണ ഘട്ടം. അതായത് നമ്മുടെ മിഡ് കരിയർ. അപ്പോഴേക്കും ഉത്തരവാദിത്തങ്ങളൊക്കെ കൂടും. വീടിന്റെ ലോൺ, കുട്ടികളുടെ വിദ്യാഭ്യാസം, അങ്ങനെ പലതും. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പൈസ കളയാതെ നോക്കണമല്ലോ. അതുകൊണ്ട് ഇക്വിറ്റിയുടെ റിസ്ക് കുറച്ച് സ്റ്റേബിൾ ഇൻകം തരുന്ന ഡെറ്റ് ഫണ്ടുകൾക്കും കൂടെ പ്രാധാന്യം കൊടുക്കണം. ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് ഇവിടെ വേണ്ടത്. അവസാനത്തേതാണ് ഡിസ്ട്രിബ്യൂഷൻ ഫേസ്, അതായത് നമ്മുടെ റിട്ടയർമെന്റ് കാലം. ഇവിടെ പിന്നെ നമ്മുടെ ലക്ഷ്യം വലിയ ഗ്രോത്തൊന്നുമല്ല, കയ്യിലുള്ള പണം വെച്ച് ടെൻഷനില്ലാതെ ജീവിക്കുക, അത് മാത്രം മതി. അതുകൊണ്ടുതന്നെ റിസ്ക് ഏറ്റവും കുറഞ്ഞ, റെഗുലറായിട്ടൊരു വരുമാനം തരുന്ന ഫിക്സ്ഡ് ഇൻകം പോലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിലായിരിക്കും നമ്മുടെ മുഴുവൻ ശ്രദ്ധയും. ഈ മാറ്റം ഒരു ചാർട്ടിൽ കാണുമ്പം നിങ്ങൾക്ക് കാര്യം കറക്റ്റായിട്ട് പിടികിട്ടും. കണ്ടില്ലേ? ചെറുപ്പത്തില് ഇക്വിറ്റിയിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, മിഡ് കരിയറിൽ അതൊന്ന് ബാലൻസ് ചെയ്യുന്നു, റിട്ടയർമെന്റ് ആവുമ്പോഴേക്കും സേഫ് ആയിട്ടുള്ള ഡെറ്റ് ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് മാറുന്നു. ഇത് തനിയെ സംഭവിക്കുന്ന ഒന്നല്ല കേട്ടോ. ഓരോ സ്റ്റേജിലും നമ്മൾ ആലോചിച്ചെടുക്കേണ്ട ഒരു തീരുമാനമാണിത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാവും: എല്ലാം ഓൺലൈനായ ഈ കാലത്ത് എന്തിനാണ് ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ? ശരിക്കും അവരുടെ വാല്യൂ എന്താണ്? ഒരു നല്ല അഡ്വൈസറുടെ യഥാർത്ഥ വാല്യൂ അവർ ചെയ്തു തരുന്ന ട്രാൻസാക്ഷൻസിലല്ല. മാർക്കറ്റൊക്കെ ഇടിഞ്ഞു നിൽക്കുമ്പോൾ പേടിക്കണ്ട, നമ്മൾ കറക്റ്റ് ട്രാക്കിലാണ് എന്ന് പറയാൻ ഒരാൾ ഉണ്ടാവുന്നത് ഒരു വലിയ ധൈര്യമാണ്. നമുക്ക് സംശയങ്ങൾ വരുമ്പോൾ സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരാൾ. ആ ഒരു ഹ്യൂമൻ കണക്ഷന് പകരമായിട്ട് ഒരു ആപ്പിനും മാറാൻ പറ്റില്ല, ഒരിക്കലും. ഈ ഒരു പോയിന്റിലാണ് നമ്മൾ സംസാരിച്ചതിന്റെ എല്ലാം രത്നചുരുക്കമുള്ളത്. നിങ്ങളൊരു ഫണ്ട് വാങ്ങുമ്പോൾ ശരിക്കും നിങ്ങൾ വാങ്ങുന്നത് ആ ഫണ്ട് മാത്രമല്ല. നിങ്ങൾ വാങ്ങുന്നത് ആ അഡ്വൈസറുടെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റ്, അദ്ദേഹത്തിനുള്ള വിശ്വാസം, ഇതെല്ലാമാണ്.
ഒരു ഉദാഹരണം പറഞ്ഞാൽ, മ്യൂച്വൽ ഫണ്ടുകൾ ഒരു കാറ് പോലെയാണ്. ഏത് കാറ് വാങ്ങണമെന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷേ നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് സേഫായിട്ട് എത്തിക്കാൻ ഒരു നല്ല ഡ്രൈവർ വേണ്ടേ? ആ ഡ്രൈവറാണ് നിങ്ങളുടെ അഡ്വൈസർ. ഏതൊരു നല്ല റിലേഷൻഷിപ്പിലുമെന്ന പോലെ ഈ ഫിനാൻഷ്യൽ പാർട്ട്ണർഷിപ്പിനും ചില നിയമങ്ങളും ഉത്തരവാദിത്തങ്ങളുമൊക്കെയുണ്ട്. ഇത് നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നിയമപരമായ മുന്നറിയിപ്പുകളൊന്നും ഒരു തടസ്സമായി കാണരുത്. പകരം ഇതൊരു ട്രാൻസ്പെറന്റ് ആയ റിലേഷൻഷിപ്പിന്റെ അടയാളമായിട്ട് വേണം കാണാൻ. നമ്മളെല്ലാവരും എപ്പോഴും കേൾക്കുന്ന ആ മുന്നറിയിപ്പുണ്ടല്ലോ, മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ് എന്ന് തുടങ്ങുന്നത്. അത് നമ്മുടെ മാർക്കറ്റ് റെഗുലേറ്ററായ സെബിയുടെ നിർദ്ദേശപ്രകാരമുള്ളതാണ്. ഒരു നല്ല അഡ്വൈസർ എപ്പോഴും നിങ്ങളോട് പറയും, നോക്കൂ, ലാഭമുണ്ടാവാം, പക്ഷേ നഷ്ടസാധ്യതയുമുണ്ടെന്ന്. ആ ഒരു ഓപ്പൺനെസ്സാണ് വിശ്വാസത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്. മാത്രമല്ല, മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാരുടെ സംഘടനയായ ആംഫി അവർക്കുവേണ്ടി ഒരു കോഡ് ഓഫ് കോണ്ടക്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? എപ്പോഴും നിങ്ങളുടെ ഇൻട്രസ്റ്റിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. എല്ലാ റിസ്കുകളെക്കുറിച്ചും ക്ലിയർ ആയിട്ട് പറയുക. നിങ്ങളുടെ പ്രൊഫൈലിന് ചേരുന്ന സ്കീമുകൾ മാത്രം റെക്കമെൻഡ് ചെയ്യുക. ഇതൊക്കെ നിങ്ങളുടെ അവകാശമാണ്, ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളാണ്. അപ്പോ ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ, നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിനു വേണ്ടി മാത്രമാണ്. ഓരോരുത്തരുടെയും ജീവിതവും സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് ഏതൊരു ഇൻവെസ്റ്റ്മെന്റ് തീരുമാനം എടുക്കുന്നതിനു മുൻപും ഒരു നല്ല ഫിനാൻഷ്യൽ അഡ്വൈസറുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച് ഒരു പ്ലാൻ തെരഞ്ഞെടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോ പോകുന്നതിനു മുൻപ് നിങ്ങൾ സ്വയം ഈ ഒരു ചോദ്യം ചോദിക്കണം. നിങ്ങളുടെ ഫിനാൻഷ്യൽ പാർട്ട്ണർ വെറുതെ ട്രാൻസാക്ഷൻസ് മാത്രം ചെയ്തു തരുന്നൊരാളാണോ, അതോ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നൊരാളാണോ? ആ ഉത്തരത്തിലുണ്ടാവും നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ താക്കോൽ. For more details, call and WhatsApp 854-723-2556. Email gracefulwealthfist@gmail.com.